നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026-27 ലാലിഗ സീസണിന് തുടക്കമായിട്ടുണ്ടല്ലോ. ഇത്തവണ ലാലിഗയിൽ കളിക്കുന്ന സൂപ്പർ താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു ഓൾ സ്റ്റാർ 11 എങ്ങനെയുണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഓൾ സ്റ്റാർ 11ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബാഴ്സലോണയും റയൽ മാഡ്രിഡുമാണ്. നമ്മൾ നോക്കിയാണ് ആരൊക്കെ വരും. ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ, സെൻറ്റർ ബാക്കുമാരായിട്ട് ക്യൂട്ടി റൊമേറോ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം. പുതുതായിട്ട് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലെത്തിയല്ലോ. സോ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരം ക്യൂട്ടി റൊമേറോയും ഒപ്പം ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം, വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാവു കുബാർസി. ഇരുപാർശ്വങ്ങളിലായിട്ട് ഇടതുപാർശ്വത്തിൽ കുക്കറേയ റയലിൻ്റെ താരം, വലതുപാർശ്വത്തിൽ ബാഴ്സയുടെ താരം കൂണ്ടെ. ദെൻ മധ്യനിരയിൽ ബെല്ലിംഗാം, ഫെഡെ വാൽവെർദെ, പെഡ്രി. ഇനി പെഡ്രി അല്ലെങ്കിൽ അവിടെ റോഡ്രിയെയും ഉപയോഗപ്പെടുത്താം, അങ്ങനെയാവാം. അപ്പോഴും ഒരു ബാഴ്സ താരവും 2 റയൽ താരവും എന്നാവും. മുന്നേറ്റത്തിൻ്റെ വലതുപാർശ്വത്തിൽ ലമീൻ യമാൽ, അല്ലാതെ മറ്റാര്? ഇടതുപാർശ്വത്തിൽ വിനി ജൂനിയറോടോ, ഗോളടിക്കാൻ കിലിയൻ എംബാപ്പെ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ലലീഗയുടെ താരമൂല്യത്തിൻ്റെ ഒരു 75% മുകളിലും ഈ 2 ക്ലബ്ബുകളിലെ താരങ്ങളാണ്. അതുതന്നെയാണ് ഈ ഒരു ഓൾ സ്റ്റാർ 11ലും പ്രതിഫലിക്കുന്നത്. ക്യൂട്ടി റൊമേറോ മാത്രമാണ് റയലോ ബാഴ്സയോ അല്ലാത്തൊരു താരം ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു 11നോട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള 11 ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകണം. ഇത്തരം ചർച്ചകൾക്കൊക്കെയുള്ള വേദിയാണ് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ കമ്മ്യൂണിറ്റി ടാബ്. അത് ഓപ്പണാണ്, നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഇടാം. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രധാനമായും വാർത്തകളും മറ്റുമൊക്കെയാണ് റാഫ് ടോക്സ് ചെയ്യുന്നതെങ്കിൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്തു വരുന്നത്. നിങ്ങളുടെ പിന്തുണ അവിടെയും പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.